بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്വാഗത പ്രസംഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനം ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം എന്ന സ്ഥലത്ത് വെച്ച് നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൻ്റെ ഭാഗമായി നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് കേവലം സമ്മേളന പ്രചരണം എന്നതിനപ്പുറം ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ പ്രസ്ഥാനം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശത്തെക്കുറിച്ചും ഇവിടെ ചില ആളുകൾ നടത്തിയ തെറ്റിദ്ധരിപ്പിക്കലുകളെ ദൂരീകരിക്കുക കൂടി ഉദ്ദേശമാണ്.
പലപ്പോഴും ഇതേപോലെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ പലരും പറയാറുള്ള, വിമർശിക്കാറുള്ള ഒരു കാര്യം, മുഖാമുഖം നടത്തിയാൽ പകരം മുഖാമുഖമല്ലേ വേണ്ടത്, ഇതേപോലെയുള്ള പ്രസംഗങ്ങളല്ലല്ലോ എന്ന. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഞാൻ അവസാനം വിശദീകരിക്കാം. പക്ഷേ ഒരു വാചകം മാത്രം അതിനെപ്പറ്റി ആമുഖമായി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ മുജാഹിദുകൾ മാത്രമല്ല ഇതേപോലെയുള്ള പ്രഭാഷണങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നത്. വിവിധ മതസംഘടനകൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകൾ ഒക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന സംഘടിപ്പിക്കുന്ന രൂപത്തിലുള്ള പരിപാടി മാത്രമേ മറുവിഭാഗവും സംഘടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് അവിടെ ആരും പറയാറില്ല. അങ്ങനെ പറയുന്നവരെ ആരും സമൂഹത്തിന്റെ ഭാഗമായി പരിഗണിക്കാറുമില്ല. അഥവാ മുജാഹിദുകൾ ഏത് രൂപത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കണം, തങ്ങളുടെ ആശയപ്രചരണത്തിന് സ്വീകരിക്കുന്ന മാർഗം ഏതായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ചെയ്ത് മുജാഹിദുകൾക്ക് വിട്ടുകൊടുക്കുക എന്ന് മാത്രമാണ് അതിനെപ്പറ്റി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൽ എന്തെങ്കിലും പുതിയ ആദർശമോ സന്ദേശമോ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്തമരായ അനുയായികൾ വിശുദ്ധ ഖുർആൻ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ഈ സമുദായത്തിന്റെ മുന്നിൽ നടന്ന ഉത്തമരായ സഹാബ കിറാം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിന്ന് ദീന് കേൾക്കുകയും പഠിക്കുകയും അതെങ്ങനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തോ അതേപോലെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് മുജാഹിദുകൾ പറയുന്നത്. അല്ലാതെ പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു സംഘടന സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഏതെങ്കിലും നിയമങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നല്ല ലോകത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പ്രവർത്തിക്കണമെന്ന് മുജാഹിദുകൾ പറയുന്നില്ല. ഈ വിഷയത്തിൽ മുജാഹിദുകളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ബിദ്അത്തുകളെ, സമൂഹത്തിൽ കടന്നു വരുന്ന പുത്തനാചാരങ്ങളെ എതിർത്തുകൊണ്ട് നടത്തിയ ഒരു പരാമർശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ വയറാഹാ ഹസന, ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി എന്നിരിക്കട്ടെ, ഈ പുതിയ ഒരു ആചാരമുണ്ടാക്കിയിട്ട്, പുതിയ ഒരു സമ്പ്രദായം അല്ലാഹുവിന്റെ ദീനിലുണ്ടാക്കിയിട്ട് അവൻ പറയുന്നത് എന്താണ്? ഇത് നല്ല കാര്യമാണ് എന്നാണ്. അങ്ങനെ ആരെങ്കിലും അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ, വയറാഹ ഹസനൻ, നല്ലതായി അവനത് പരിഗണിക്കുകയും ചെയ്താൽ, അവൻ വിശ്വസിക്കുന്നത് ഫഖദ് സഅമ, തന്റെ പ്രവർത്തനത്തിലൂടെ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയുമോ? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന ഫിർ റിസാല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതിന് തുല്യമാണ് എന്നാണ് നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കുകളിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ അത്തരമൊരു വിശ്വാസം കടന്നു വരുന്നതിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്, എന്താണ് അല്ലാഹുവിന്റെ ദീൻ. ആ ദീൻ അല്ലാഹു പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം തെളിവ് പറയുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീന് നാം ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു.
അതൊരനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അങ്ങനെ എടുത്തു പറഞ്ഞ് അല്ലാഹു പൂർത്തിയാക്കിയതാണ് ഈ ദീന് എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീന് അല്ലാഹുവിന്റെ റസൂലിലൂടെ പൂർത്തിയാക്കി എന്നതുകൊണ്ട് തന്നെ ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ വലാ യകൂനുൽ യൗമ ദീനാ, ഫമാലം യകുൻ യൗമഇദിൻ ദീനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനല്ലാത്ത ഒരു കാര്യം വലാ യകൂനുൽ യൗമ ദീനാ, ഇന്നത്തെ കാലത്തും ദീനാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനല്ലാത്ത ഒരു കാര്യം, ദീന് എന്ന നിലയിൽ ഞാൻ നിസ്കരിക്കുകയാണോ, ആ നിസ്കാരം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടാകണം. ദീന് എന്ന നിലയിലാണോ ഞാൻ നോമ്പെടുക്കുന്നത്, ആ നോമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടാകണം. ദീന് എന്ന നിലയിലാണോ ഞാൻ എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ആ ദിക്റുകൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ പഠിപ്പിച്ച പ്രകാരം ചെല്ലണം. അഥവാ അല്ലാഹുവിന്റെ റസൂല് എപ്രകാരമാണോ ദീന് പഠിപ്പിച്ചു തന്നത് അതേപോലെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനപ്പുറത്ത് കുറെ കൂട്ടുവാനോ അതല്ലെങ്കിൽ കുറക്കുവാനോ ഉള്ള അവകാശം നമുക്കില്ല. ഇത് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നു. ഇത് അംഗീകരിക്കണം എന്ന് മുജാഹിദികൾ ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം, പുലർത്തണം. കേൾക്കുമ്പോ ഇതെല്ലാവരും പറയുന്നത് തന്നെയാണ്, എല്ലാവരും അംഗീകരിക്കുന്നത് തന്നെയാണ്, മുജാഹിദികൾ മാത്രം പറയുന്നതല്ല. എന്നാലും ചില ആളുകൾക്ക് സംശയമുണ്ടാകും, അത് മുജാഹിദികൾ പറയുന്നതല്ലേ, ദീന് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മാത്രമുള്ളതാണ്, അത് എല്ലാ കാലത്തും പലർക്കും പല ആചാരങ്ങളും വേണമെങ്കിൽ ദീനിൽ കൂട്ടിച്ചേർക്കാം എന്നൊക്കെയല്ലേ നമ്മുടെ വിശ്വാസം, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ ഈ തോടന്നൂരിൽ നടന്ന മുഖാമുഖത്തിൽ ഞാൻ ഈ പറഞ്ഞ ആശയം ഒരു സഖാഫി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ അള്ളാഹുവിന്റെ മതത്തെ, ഇസ്ലാം ദീനിനെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും എങ്ങനെയാണോ നബിതങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതിൽ യാതൊരുവിധ മാറ്റവും വരുത്താതെ, വ്യത്യാസങ്ങളില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും അതിന് അള്ളാഹു തെരഞ്ഞെടുക്കുകയും അംഗീകാരം നൽകുകയും ചെയ്ത ഒരു വിഭാഗത്തിലൂടെയാണ് അത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇസ്ലാമിന്റെ പ്രചാരണം, അതിന്റെ പ്രചരണം, ഇതെല്ലാം സത്യത്തിൽ നടക്കുന്നത് മഹാന്മാരും മഹത്തുക്കളുമായ ഉത്തമരായ അള്ളാഹു അംഗീകരിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച ഒരു വിഭാഗത്തിലൂടെയാണ്. അതുകൊണ്ട് ഇസ്ലാം എവിടെയെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ, ഇസ്ലാം എവിടേക്കെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ, ഇസ്ലാം ആരിലേക്കെല്ലാം എത്തിയിട്ടുണ്ടോ, അതിന്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധമായ പ്രമാണങ്ങളിലൂടെ ഇവിടെ ജീവിച്ച് അത് നടപ്പിലാക്കി നമുക്ക് പഠിപ്പിച്ചു മനസ്സിലാക്കി തന്ന ആളുകൾ എങ്ങനെയാണ് ഒരു വിഷയം ഉൾക്കൊള്ളേണ്ടത് എന്ന്, അത് വിശ്വാസരംഗത്തായിരുന്നാലും കർമ്മരംഗത്തായിരുന്നാലും വ്യക്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന ആളുകൾ ആ വിഷയത്തിൽ വളരെ ബോധമുള്ള ആളുകളായിരുന്നു. അപ്പോ വിശ്വാസപരമായാലും കർമ്മപരമായാലും ഉള്ള വിഷയങ്ങൾ വളരെ കൃത്യമായി സമുദായത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്? ഓരോ കാലത്തും ആളുകൾ ആലോചിച്ച് തീരുമാനിക്കുന്നതല്ല. എങ്ങനെയുണ്ട് ജനങ്ങൾക്ക് ഒരു പുതിയ വിശ്വാസം പഠിപ്പിക്കാൻ, എങ്ങനെ ജനങ്ങളെ ഒരു പുതിയ കർമ്മത്തിലേക്ക് നയിക്കും, എന്തുണ്ട് ജനങ്ങൾക്ക് പുതിയ ഒരു കർമ്മം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് നൽകാൻ എന്ന് ആരും ആലോചിക്കേണ്ടതില്ല, തീരുമാനിക്കേണ്ടതില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്
ആ അള്ളാഹുവിന്റെ റസൂല് അത് പഠിപ്പിച്ചിരിക്കുന്നു. അത് മാറ്റങ്ങളില്ലാതെ വ്യത്യാസം വരുത്താതെ എല്ലാ കാലത്തുമുള്ള ജനങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പ്രസംഗിച്ച സഖാഫി പറഞ്ഞത്. മുജാഹിദുകളും പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ എവിടെയാണ് മുജാഹിദുകളും ഈ സഖാഫിമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായോഗിക രംഗത്താണ്. അള്ളാഹുവിന്റെ റസൂല് എന്താണോ ദീനായി പഠിപ്പിച്ചു തരികയും അംഗീകരിക്കുകയും ചെയ്തത്, വിശ്വാസപരമായി എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ, കർമ്മപരമായി എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ, അത് മാത്രമേ നമ്മൾ ദീനായി അനുഷ്ഠിക്കേണ്ടതുള്ളൂ എന്നും, കാരണം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കല്ലേ എത്തിച്ചേരേണ്ടത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് മുസ്ലിമിനോടും എന്തിനാ നിങ്ങൾ ഇത്തരത്തിൽ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എന്താണ് നിങ്ങൾ ആരാധനകൾ ചെയ്യുന്നതിന് പിന്നിലുള്ള രഹസ്യം എന്ന് ചോദിച്ചാൽ, എന്തിനാ നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, എന്തിനു വേണ്ടിയാ കാശ് ചെലവാക്കി ഹജ്ജിന് പോകുന്നത് എന്നൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവന് പറയാനുള്ള മറുപടി പരലോകത്ത് രക്ഷപ്പെടണമെന്നാണ്. പരലോകത്ത് രക്ഷപ്പെടണം എന്നാണ്, ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടിയല്ല. ആ പരലോകത്തിന് നേട്ടമുണ്ടാകാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ സമുദായത്തിന് പഠിപ്പിക്കുന്നത്. മാമിൻ ശൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്ന ഇല്ലാ വഖദ് അമർതുക്കും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതേപോലെ തന്നെ മറ്റൊരു വാക്യത്തിൽ കാണാം, നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളെ കൃത്യമായി നാം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം കൽപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂല് ഈ സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഇനിയൊരു മുസ്ലിം എന്ത് ചെയ്യണം? ഈ തോടന്നൂരിൽ ജീവിക്കുന്ന, അതല്ലെങ്കിൽ വടകരയിൽ ജീവിക്കുന്ന, അതല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവിക്കുന്ന മുസ്ലിം, ഞാൻ സ്വർഗത്തിലെത്താൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിന് പുറമെ വേറെന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ടതുണ്ടോ? ഇല്ല എന്ന് ഞാൻ മാത്രമല്ല, ഇവിടെ മുജാഹിദുകളെ എതിർക്കുന്ന സഖാഫിമാര് വരെ സമ്മതിച്ചു. എന്നാൽ ആരാണ് ഇത് പ്രായോഗികമായി തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? ആരാണ് ഇത് തത്വത്തിൽ മാത്രം പറയുകയും ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുകയും ചെയ്യുന്നത്? ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. നമ്മുടെ കാലത്ത് അടുത്ത സമയത്ത് തുടങ്ങിയ, നമ്മുടെ ഈ നാടുകളിൽ അടുത്ത സമയത്ത് തുടങ്ങിയ ഒരു ഏർപ്പാടാണല്ലോ റമളാൻ 27 ഒരു സ്വലാത്ത് വാർഷികം. ലോകത്തിലെ 3ാമത്തെ ആത്മീയ സദസ്സ് എന്നിവരെ പരസ്യം നൽകുകയും ആളുകളെ, സ്ത്രീ പുരുഷന്മാരെ, ആബാലവൃദ്ധം ജനങ്ങളെ മലപ്പുറം ജില്ലയിലെ സ്വലാത്ത് നഗറിലേക്ക് ക്ഷണിക്കുന്ന പോസ്റ്ററുകൾ നാട്ടിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ആ പരിപാടിയിൽ കേരളത്തിലെ ഒരു വിഭാഗം മതസംഘടനയുടെ നേതാക്കൾ പങ്കെടുക്കുകയും അതിന് ആശംസകൾ അർപ്പിക്കുകയും അവിടെ നിന്ന് പുണ്യം നേടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തൗബ ചൊല്ലിക്കൊടുക്കുന്നു, മറ്റ് സലാത്തുകൾ ചൊല്ലിക്കൊടുക്കുന്നു, ദിക്റുകൾ ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെ റമളാൻ 27 അവസാനത്തെ 10 ഒറ്റയിട്ട രാവിൽ ആ കാരുണ്യത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും പൂമഴ അവിടെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ പരിചയമുള്ള ഒരു കാര്യമാണോ? റമളാൻ 27 അതല്ലെങ്കിൽ റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട ദിവസങ്ങളിൽ അവസാനത്തെ 10 മുഴുവൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഇഅ്തികാഫാണ്. പള്ളിയിൽ പോയി ഇഅ്തികാഫിരിക്കുക, അവിടെ വെച്ച് ഖുർആനും ദിക്റും സ്വലാത്തുകളിലും മുഴുകുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതി. ഈ രീതിയോ കേരളത്തിൽ മുജാഹിദികളെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ഇപ്പൊ വന്നതല്ലേ, മാലിക് ദീനാറിന്റെ കാലത്തില്ലാത്ത പലതും നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടില്ലേ എന്നാണ്. മാലിക് ദീനാർ കേരളത്തിൽ വന്നു. അതിനുശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1920കളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയുണ്ടായി. ആ സംഘടനയുടെ നേതൃത്വത്തിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വന്നു. പിന്നീട് പാണക്കാട് പൂക്കോയത്തങ്ങൾ നേതൃത്വം നൽകി. കേരളത്തിലെ പല തങ്ങന്മാരും സമസ്തയുടെ നേതൃത്വത്തിലുണ്ടായി. എന്നാൽ ഈ ഒരു 5-6 വർഷം മുമ്പ് വരെ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ ഏതെങ്കിലും തങ്ങന്മാർ ഇതേപോലെ റമളാനിലെ അവസാനത്തെ 10 അല്ല റമളാൻ 27 ഒരു സ്വലാത്ത് വാർഷികം നടത്തിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്
എന്താണോ വിശ്വാസമായി കർമ്മമായി പഠിപ്പിക്കപ്പെട്ടത് അത് അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നവരാണ് ഇതിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാരാ ഉണ്ടാക്കിയത്? അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തുള്ള സലാത്തല്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സലാത്തല്ല, മറിച്ച് ഇതാരാ തുടങ്ങിയത്? ഇത് ഒരു തങ്ങള് തുടങ്ങിയതാണ്. എങ്ങനെയാ തുടങ്ങിയത്? വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മൂപ്പരത് തുടങ്ങിയത്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മൂപ്പരത് തുടങ്ങിയത്. ഞാനല്ല, ആ സലാത്ത് വാർഷികത്തിൽ സംബന്ധിക്കുന്ന ഒരു പണ്ഡിതൻ തന്നെ നമ്മളെ തങ്ങള് ബുദ്ധിമുട്ടിയാണ് സലാത്ത് തുടങ്ങിയത് എന്ന് പറയുകയും അതിനുശേഷം വേറെ ചില ഗ്രൂപ്പുകാര് സലാത്ത് തുടങ്ങിയപ്പോ അതിനെ പുച്ഛിക്കുകയും ചെയ്യുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്തിന്റെ ഫളായിൽ പറയുന്നതിനാണോ അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്? അവിടെ അനുഭവമല്ലേ. ഇപ്പൊ എല്ലാവരും തുടങ്ങിയത് സലാത്ത് ഖരീദങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് സലാത്ത് വേണം തുടങ്ങി വെച്ചപ്പോ സർവ്വ ആളുകൾക്കും വേണം സലാത്ത്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ആഴ്ചക്കായിട്ട് സലാത്തോ സലാത്ത്. കേട്ടാ, നിങ്ങളെ റിയായിന്റെ സലാത്ത് അള്ളാഹ് സ്വീകരിക്കില്ല കേട്ടോ. പിന്നെ ആത്മാർത്ഥമായ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് സലാത്ത് ചെയ്ത് അപ്പം അനുഭവിക്കും, സംശയമൊന്നുമില്ല. കേട്ടില്ലേ? നമ്മളെ ഖലീല് തങ്ങള് ബുദ്ധിമുട്ടിയ ഒരു സലാത്ത് തുടങ്ങിയപ്പോ ഇപ്പൊ എല്ലാവർക്കും വേണം സലാത്ത്. സലാത്തോ സലാത്ത് എന്നാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ തോടന്നൂർ അങ്ങാടിയിൽ ഇവിടെ ഇപ്പൊ ഒരു ഒഴിഞ്ഞ സ്ഥലമാണല്ലോ. ഒരാള് ഇപ്പുറത്തുള്ള ഒരു 2-3 കച്ചവടക്കാര് തീരുമാനിച്ചു ഇവിടെ ഒരു ടാപ്പ് വെക്കണം. കാരണം ഇവിടെ ടാക്സി ഡ്രൈവർമാരുണ്ട്, അതേപോലെ ഇതിലെ നടന്നു പോകുന്ന ആളുകളുണ്ട്, അങ്ങാടിയിൽ വരുന്നവരുണ്ട്, എല്ലാവർക്കും വെള്ളം കുടിക്കാൻ ഒരു സൗകര്യം ആയിക്കോട്ടെ, അതുകൊണ്ട് ഒരു ടാപ്പ് ഇവിടെ ഫിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ഈ ഭാഗത്തുള്ള കച്ചവടക്കാര് കാശെടുത്തിട്ട് ഒരു ടാപ്പ് ഉണ്ടാക്കുകയും ഇവിടെ വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആളുകൾക്കത് വളരെ ഉപകാരപ്രദമാണ് എന്ന് അപ്പുറത്തെ കച്ചവടക്കാർക്ക് തോന്നി. അപ്പൊ അവര് പറഞ്ഞു, എന്നാ പിന്നെ നമ്മക്കും ഒരു ടാപ്പ് ഈ ഭാഗത്തും വെക്കണം, എന്നാ പിന്നെ ആളുകൾ റോഡ് മുറിച്ച് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരും ഒരു ടാപ്പിന്റെ പണി അവിടെ പൈപ്പൊക്കെ വാങ്ങി അത് വാങ്ങാനൊക്കെ തീരുമാനിച്ചു. അപ്പൊ ഇപ്പുറത്തെ കച്ചവടക്കാരെന്താ പറയാ, ഓഹോ ഞങ്ങൾ ഇപ്പുറത്ത് ഒരു ടാപ്പ് വെച്ചപ്പോ നിങ്ങളും അപ്പുറത്ത് പൈപ്പ് വെക്കാലേ, അങ്ങനെ നിങ്ങൾ പൈപ്പ് വെച്ചിട്ട് കൂലിയൊന്നും അല്ല തരൂല കേട്ടോ. ഓ ഞങ്ങളൊരു പൈപ്പ് വെച്ചപ്പോ ഇപ്പൊ എല്ലാവർക്കും പൈപ്പോ പൈപ്പ് എന്ന് ആരെങ്കിലും പറയോ അള്ളാന്റെ ദീനോട് സ്നേഹമുള്ളവൻ? ഇല്ല. എന്താ പറയാ, ദീനിനെ പറ്റി അറിയാവുന്നവൻ ഞങ്ങൾ വെച്ചത് കണ്ടിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലത്തിൽ നിന്ന് അല്പം പോലും കുറയാതെ ഞങ്ങൾക്കും കിട്ടുന്ന. അതല്ലേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്? ഒരു നല്ല കാര്യം ഒരാൾ ചെയ്തു, അത് കണ്ടിട്ട് അത് മാതൃകയാക്കി വേറെ ഒരാൾ ആ നല്ല കാര്യം ചെയ്താൽ അയാൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലം ഇയാൾക്കും ലഭിക്കും, അയാളുടേതിൽ നിന്ന് കുറയാതെ എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. സലാത്ത് നല്ല കാര്യല്ലേ? ഇവര് കൊല്ലത്തിലൊരു സലാത്ത്, ഇത് കണ്ടിട്ട് മറ്റൊരാഴ്ചക്ക് സലാത്ത് ചെല്ലുകയാണെങ്കിൽ എന്താ വേണ്ടത്? ആ ഞങ്ങൾ തുടങ്ങിയ നിങ്ങളും തുടങ്ങിയില്ലേ, നല്ല കാര്യം, അതിന്റെ കൂലി ഞങ്ങൾക്കും കിട്ടുന്നല്ലേ പറയേണ്ടത്. പക്ഷെ പറഞ്ഞതെന്താ, ഞങ്ങളെ ഖലീലുൽ തങ്ങള് ബുദ്ധിമുട്ടിയ ഒരു സലാത്ത് തുടങ്ങിയപ്പോ ഇപ്പൊ എല്ലാവർക്കും വേണം സലാത്ത്, സലാത്തോ സലാത്ത് എന്നാ. ആലോചിച്ചു നോക്കൂ, ഇതെങ്ങാ മുജാഹിദുകളാ പറഞ്ഞതെങ്കിലോ, ഇതെങ്ങാ മുജാഹിദുകളാണ് ഈ ഒരു പദപ്രയോഗം സലാത്തോ സലാത്ത് എന്ന് പറഞ്ഞതെങ്കിൽ ഈ നാട്ടിൽ മുജാഹിദുകളെ പറ്റി എന്തൊക്കെ പരാതികളായിരിക്കും ആളുകൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനമില്ലാത്തവരാണ്, സലാത്തിനെ വെറുക്കുന്നവരാണ്, എതിർക്കുന്നവരാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വരും. അപ്പൊ ഇതാര് തുടങ്ങി? അള്ളാഹുവിന്റെ റസൂല് തുടങ്ങിയില്ല, സ്വഹാബത്ത് തുടങ്ങിയില്ല, ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആരും തന്നെ തുടങ്ങിയില്ല, വേണ്ട കേരളത്തിൽ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരും തുടങ്ങിയില്ല. ഇപ്പോ കുറച്ചു കാലമായി ഒരാൾ വന്നു. അപ്പൊ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നേരത്തെ ആദ്യം ഞാൻ കാൽപ്പിച്ച ഈ പണ്ഡിതൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നമുക്ക് വേണ്ട, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്തതാണ്, അതുകൊണ്ട് നമുക്ക് വേണ്ട, അത് പൂർണ്ണമാക്കിയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ മതി. സലാത്ത് ചെല്ലാൻ പഠിപ്പിച്ച സമയങ്ങളിൽ നമുക്ക് ചെല്ലാം, ഇങ്ങനെ റമളാൻ 27 ഒരു പ്രത്യേക സലാത്ത് ചെല്ലാൻ റസൂല് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട എന്നല്ലേ പറയേണ്ടത്? പക്ഷേ നേരത്തെ ഞാനത് കേൾപ്പിച്ചപ്പോ നമ്മളെ സഖാഫി തരക്കേടില്ല, ഇതെന്നെ പറയേണ്ടത് എന്ന് അത് കേട്ടപ്പോ വിചാരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേ സഖാഫി തന്നെ ഈ സലാത്തിനെ ന്യായീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അയാളുടെ പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പദമുണ്ട്, ആവേശത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന.
ആവേശത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു. ആ പദം പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അപ്പോ ആ ആളുകളൊക്കെ അവർക്ക് ഒന്നുകൂടി അവർക്ക് ഒരുമിച്ച് കൂടി സംഗമമായി ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പ്രാർത്ഥിച്ച് സ്വലാത്ത് ചൊല്ലി ഒരു രാവ് അത് ചിലപ്പോ വീട്ടിലോ നാട്ടിലോ ഇരുന്നാൽ ചിലപ്പോ അത് കുറഞ്ഞ നേരം ഇരുന്നിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾക്കൊക്കെ ഒരാവേശം നൽകി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു സുന്നത്ത് ഒരു മൈതാനത്ത് വെച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ നടത്തിയാൽ അത് ബിദ്അത്തെന്ന് പറയാൻ നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുന്നത്ത് അത് ജനങ്ങൾക്കൊരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ ബിദ്അത്താണെന്ന് പറയാൻ നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ എന്നാണ്. ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങിയാലോ? ഒരാൾ ഒരു മുസ്ലിയാർ നമ്മളെ പള്ളിയിൽ വന്നിട്ട് വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചു, ഇമാമ മിമ്പറിന്റെ മുകളിൽ കയറിയിരുന്നു, ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചാൽ സാധാരണ എല്ലാവരും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്നുള്ള പ്രാർത്ഥന ചൊല്ലും. അപ്പോ ഇമാമ് പറയാണ്, ഇനി നിങ്ങളാരും അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ഞാൻ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കും, നിങ്ങൾ എല്ലാവരും ആമീൻ പറഞ്ഞാ മതി. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതോ ഞാൻ അങ്ങനെ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു സുന്നത്ത് ഒരാവേശം എല്ലാവർക്കും ഉണ്ടാകട്ടെ, അത് ചെല്ലാത്തവരുണ്ടാവും ചെല്ലുന്നവരുണ്ടാവും, എല്ലാരും കൂടി ഒന്ന് ആമീൻ പറയട്ടെ, അങ്ങനെ ആവേശമാകട്ടെ പള്ളിയിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ബിദ്അത്താണെന്ന് പറയാൻ നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് എന്താ അർത്ഥമുള്ളത്? അള്ളാഹുവിന്റെ ദീന് ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തൊക്കെയാണോ ഈ ദീനിൽ പടച്ച തമ്പുരാന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അനുഷ്ഠിക്കേണ്ടത് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ ആവേശം എന്നുള്ള പദം ഒന്ന് ശ്രദ്ധിക്കണം. എന്തിനാ ഞാനത് പറഞ്ഞത് എന്നറിയോ? ഈ വിഷയത്തെ പറ്റി റിസാലയിൽ വന്ന ഒരു ലേഖനം 2004 നവംബർ 12 പുറത്തിറങ്ങിയ റിസാല. ഈ റിസാല വാരികയിൽ കോടമ്പുഴ ബാവമൗലവി എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ പറയാൻ, ചുരുക്കത്തിൽ റമളാനിലുടനീളം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. ഒടുവിലെ 10 പ്രത്യേകിച്ചും ഒറ്റരാവുകളിൽ കൂടുതലായും. എങ്ങനെയാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്? ആരാധനകൾ കൊണ്ട് ധന്യമാക്കിയാണ് പ്രതീക്ഷിക്കേണ്ടത്. നിസ്കാരം, ദാനധർമ്മം, പ്രാർത്ഥന, തൗബ, ഇഅ്തികാഫ്, ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത് എന്നിവ കൊണ്ടാണ് ഈ വിശുദ്ധ രാത്രിയെ ധന്യമാക്കേണ്ടത്. ഏകാഗ്ര മനസ്സിന്റെ ഭക്തി താപത്താൽ നിർഗളിക്കുന്ന ചുടുബാഷ്പങ്ങൾ കൊണ്ടാണ് ഖദറിന്റെ രാത്രിയിൽ ലോകരക്ഷിതാവിന്റെ പരിപാടിക്കൽ സങ്കട ഹർജി കുറിക്കേണ്ടത്. എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യരുത് എന്നാണ്. സമ്മേളനങ്ങൾക്കോ ആൾക്കൂട്ടങ്ങൾക്കോ അല്ല പ്രാധാന്യം. സമ്മേളനങ്ങൾക്കോ ആൾക്കൂട്ടങ്ങൾക്കോ അല്ല പ്രാധാന്യം. പള്ളിയിലെ ലഭ്യമായ സൗകര്യത്തിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ഖദറിന്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല. ഖദറിന്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല. അത് നമ്മുടെ പൂർവികരുടെ മാതൃകയ്ക്ക് നിരക്കുന്നതും അല്ല. നേരത്തെ പറഞ്ഞ എന്താ? നമ്മളെ പൂർവികന്മാരെ സ്വീകരിക്കണം അല്ലേ? പൂർവികന്മാരെ സ്വീകരിക്കണം. ആ പൂർവികന്മാരുടെ മാതൃകയ്ക്ക് നിരക്കുന്നതാണോ സലാത്ത് നഗരി? അല്ല എന്ന് ഞാനല്ല പറയുന്നത്, ഏതെങ്കിലും കെ സുന്നിയല്ല പറയുന്നത്. മറിച്ച് AP വിഭാഗം സുന്നികളുടെ പ്രസിദ്ധീകരണമായ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിദ്ധീകരണമായ റിസാലയിൽ അവരുടെ നേതാവായ കോടമ്പുഴ ബാവമൗലവി എഴുതുന്നു. തീർന്നില്ല, ഇനിയും നോക്കൂ. ഓരോ സന്ദർഭത്തിനും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്. ഓരോ സന്ദർഭത്തിനും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്. അത് മാറ്റാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് വിളി കേട്ടാൽ എങ്ങനെയാ അതിനുശേഷമുള്ള പ്രാർത്ഥന, അത് ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ സമയത്തിനും ഓരോ സന്ദർഭത്തിനും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്. അത് വിട്ട്, ഇനിയാ ശ്രദ്ധിക്കേണ്ടത്, അത് വിട്ട് ആവേശാധിക്യത്താൽ നാം പുതിയ ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല. എന്തിനാണ്? സഖാഫി പറഞ്ഞു, ഒരാവേശത്തിന് വേണ്ടി ചെറുപ്പക്കാരങ്ങനെ ചെയ്താൽ, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് ബിദ്അത്താന്ന് പറയാൻ തെളിവുണ്ടോ? കോടമ്പുഴ ബാവമൗലവി പറയുന്നു ശരിയല്ല. ആവേശത്തിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. അത് സുന്നത്തല്ല, പൂർവികന്മാരുടെ മാതൃകയല്ല, അത് ശരിയല്ല, ഭംഗിയല്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പൊ ആരാ ഇത് പ്രായോഗിക ജീവിതത്തിൽ സ്വീകരിക്കുന്നത്?
അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്ന് പറയുകയും എന്നാൽ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയോ ഇത് മുജാഹിദികൾ പറയുമ്പോ ചിലപ്പോ പറയും, മുജാഹിദികൾ സലാത്തിനെ എതിർക്കുന്നവരാണ്, മുജാഹിദികള് സലാത്തിനോട് സ്നേഹമില്ലാത്തവരാണ്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് മുജാഹിദികൾ മാത്രം പറയുന്നതല്ല. റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന നിങ്ങളിൽ പലർക്കും സുപരിചിതനായ പണ്ഡിതൻ ഈ സലാത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല. അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയാം, ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല, പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. ഒന്നുമില്ല, പല ആളുകളെയും ബന്ധപ്പെട്ടു, എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഈ റമളാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്, അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി വീർപ്പിച്ച ആർക്കായി കറാമത്ത് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്നോന് പിറുപുറു 4 ദിവസം ആണ്ട് അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നിറഞ്ഞിട്ട് വരിക. അതിന് അലിപ്പറിയോ വാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണ് ഇവൻ? എവിടുത്തെ ഔലിയാണ് ഇവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലിയില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോൾ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. അതാ നമുക്കുള്ള പ്രശ്നം. ഈ ജാതി കുറെ ഔലിയപ്പാപ്പാർ ഇറങ്ങി ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ചപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം ഇറങ്ങി തിരിച്ചത്. അന്ന് എല്ലാരും പറഞ്ഞു മുജാഹിദികൾ സലാത്ത് വിരോധികളാണ്, മുജാഹിദികൾ കറാമത്ത് നിഷേധികളാണ് എന്ന്. മുജാഹിദികൾ കറാമത്തിനെ നിഷേധിച്ചില്ല, മുജാഹിദികൾ സലാത്തിനെ നിഷേധിച്ചില്ല, മുജാഹിദികൾ വിക്റുകൾ പാടില്ലെന്ന് പറഞ്ഞില്ല. മറിച്ച് കറാമത്തുകളും വിക്റുകളും സലാത്തുകളും കച്ചവടച്ചരക്കാക്കി ഈ ജാതി പാപ്പമാരും ഉപ്പാപ്പമാരും നാട്ടിലിറങ്ങുകയും അവരെ പലരും എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുകയും ചെയ്തപ്പോ മുജാഹിദികൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കറാമത്ത് ഇസ്ലാമിലില്ല, ഇങ്ങനെ ഒരു സലാത്ത് കച്ചവടം ഇസ്ലാമിലില്ല. ഇതേ മുജാഹിദികൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മുജാഹിദികളെ എതിർത്തു. ഞാൻ പറഞ്ഞത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സലാത്തിനെ മുജാഹിദികൾ സലാത്ത് വിരോധികളായതുകൊണ്ട് എതിർത്തതല്ല എന്നാണ്. ഇനിയോ ഇതിപ്പോ ഇങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു രീതി. എന്തെങ്കിലും പുതിയത് വേണമെന്നാണ്, പുതിയ എന്തെങ്കിലുമൊക്കെ കാണണം, പുതിയ എന്തിന്റെയും ഒക്കെ പിന്നാലെ പോകണം. അതങ്ങനെയാണല്ലോ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെയാണ്. ഇപ്പോ ഒരു കമ്പനി ഒരു വണ്ടി ഇറക്കി, ഒരു 2 വീലർ ഇറക്കി, അത് കുറച്ചാള് വാങ്ങി. ആ കമ്പനി പുതിയൊരു വണ്ടി ഇറക്കുമ്പോ അല്ലെ വേറൊരു കമ്പനി ഇറക്കുമ്പോ സ്വാഭാവികമായിട്ടൊരു താല്പര്യം ഉണ്ടാവും അല്ലെ. പഴയ മോഡൽ വണ്ടി ഉപയോഗിക്കുന്ന ആള് അങ്ങാടിയിൽ ഒരു പുതിയ വണ്ടി കാണുമ്പോ ഒന്ന് ചെന്ന് നോക്കി, ഇതെന്താണ്, എത്രയാണ്, എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കും. കാരണം അയാൾക്കത് പുതിയ വണ്ടി വേണം എന്നാവും അയാളെ മനസ്സിലുണ്ടാകുന്ന താല്പര്യം.
ഇതേപോലെ ദീനാകാൻ പാടില്ല. ദീനിന്റെ പേരിൽ പുതിയ എന്തെങ്കിലും ഒന്ന് കാണുമ്പോ എന്നാ പിന്നെ അത് തരക്കേടില്ല, ആ പുതിയ നിസ്കാരം തരക്കേടില്ല, ആ പുതിയ നോമ്പ് തരക്കേടില്ല, ആ പുതിയ സലാത്തും പുതിയ ദിക്റും തരക്കേടില്ല എന്ന് ദീനിന്റെ കാര്യത്തിൽ ചിന്തിക്കാൻ പാടില്ല. ദീനിന്റെ കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ഞാൻ പറയുന്ന ഒരു വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, എന്റേതല്ല, ഇമാം ശാഫിഈയുടെ ഉസ്താദായ ഇമാം മാലിക്കാണ് പറയുന്നത് റഹ്മത്തുള്ളാഹി അലൈഹിമാ. ഈ പണ്ഡിതനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫമാലം യകുൻ യൗമൈദിൻ ദീനൻ വലാ യകൂനുൽ യൗമ ദീനാ. അന്നത്തെ കാലത്ത് ദീനല്ലാത്തത് ഇന്നത്തെ കാലത്ത് ദീനാവാൻ പാടില്ല. പലതും ദീനിലേക്ക് വരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ബുർദ ആസ്വാദനം എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാട് നാട്ടിന്റെ പല ഭാഗങ്ങളിലും പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. കേരളത്തിലെ ആളുകൾ ചെല്ലിയിട്ട് ശരിയാവാഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരെ ഇപ്പൊ ആളെ കൊണ്ടുവന്ന് ചെല്ലിക്കുകയാണ്. കേരളത്തിലെ ആളുകൾ അത് എങ്ങനെ പാടിയിട്ടും നന്നാണില്ല. അപ്പൊ പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഇപ്പൊ ആളുകൾ ഇറക്കുമതി ചെയ്യുന്നത്. എവിടുന്നാ ഇത് കിട്ടിയത്? ആരാ ഈ ബുർദ ആസ്വാദനം പഠിപ്പിച്ചത്? ആരാന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാ ഇത് ഉണ്ടാക്കിയത്. നിങ്ങൾ എന്നെ ഒന്ന് കാണൂ ആ ബുർദ ആസ്വാദനം. بالله محتسبا يستوبب مستغفرا للكفر مستهدم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم بحبيهم الجبال فسل عنهم مصائبهم ماذا راوا منهم في كل مصدم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فسل نيلا وسل بدرا وسل قعودا فصول ذات لهم أدهى من الأقوام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم المسجد البيض حمرا بعدما طرد من الحدى كل مثبت من الإمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم قدمته بمديح استقل به ذنوب عمر مضى في الشعر والقدم مولاي صل وسلم دائما ابدا على حبيبك അപ്പൊ നിങ്ങൾ കണ്ടു ഒരു ബുർദ ആസ്വാദന മജ്ലിസ്. ഈ ബുർദ ആസ്വാദന മജ്ലിസും അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വിഭാഗവും ഏതാണ് എന്ന് നമ്മൾ നേരിട്ട് കാണുകയാണ്. സ്വാഭാവികമായും ഇത് കണ്ട നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ സുന്നി സഹോദരന്മാരൊക്കെ പറയും, അതും ഞങ്ങളും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ, അതേതോ ശിയാക്കളങ്ങ നടത്തിയതല്ലേ, ഈ ജാതി ബുർദയൊന്നും ഞങ്ങളെടുത്തില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. പിന്നെ നമ്മൾ അംഗീകരിക്കുന്ന ബുർദ മൗലിദൊക്കെ ഏതാണ്? അത് നമ്മളെ കാക്കകാരന്മാര് ചൊല്ലി വന്ന രീതിയുണ്ട്. അവര് മൗലവി ഉസ്താദ്മാര് പ്രസംഗിക്കാൻ വരുമ്പോ, പണ്ഡിതന്മാര് പ്രസംഗിക്കാൻ വരുന്ന സ്റ്റേജുകളിലൊക്കെ നമ്മുടെ കാക്കകാരന്മാര് ചൊല്ലിയ മൗലിദുണ്ടല്ലോ, അങ്ങനെ വളരെ തഖ്വയോടുകൂടി ആട്ടമില്ലാതെ പാട്ടില്ലാതെ കൊടിവീശലില്ലാതെ, അതേപോലെ ഇപ്പറഞ്ഞ മൈക്കിൾ ജാക്സന്റെ പാശ്ചാത്യ സംഗീതത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭാവങ്ങളും ശബ്ദ പശ്ചാത്തലവുമില്ലാതെ തഖ്വയോടുകൂടി ഞങ്ങളുടെ കാരണവന്മാര് ചൊല്ലിയ ബുർദയുണ്ട്, അവര് ചൊല്ലിയ മൗലിദുണ്ട്. അതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അല്ലാതെ ഈ പുതിയ ഏതെങ്കിലും ഒരു സംഗീത സംവിധായകന്റെ സംഗീത നിർവഹണത്തിനനുസരിച്ച് താളം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പുത്തനാചാരക്കാരുടെ ബുർദ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഒരു സാധാരണക്കാരനായ സുന്നി സുഹൃത്തിന്റെ മനസ്സ് പറയുന്നുണ്ടാകും. സ്വാഭാവികമായും അവൻ മനസ്സിലാക്കുകയും ചെയ്യും, ഇതിനെ നമ്മൾ അംഗീകരിക്കില്ല. കാരണം എന്താ? നേരത്തെ സഖാഫി എന്താ പറഞ്ഞത്? വിശ്വാസകാര്യത്തിലാകട്ടെ കർമ്മകാര്യത്തിലാകട്ടെ ഒരു മാറ്റവും ഇല്ലാതെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനെ തന്നെ സ്വീകരിക്കണം, അംഗീകരിക്കണം എന്നാണ്. അത് വായിലെ നാവുകൊണ്ട് പറയുള്ളൂ, പ്രായോഗിക ജീവിതത്തിലില്ല. ഞാൻ പറഞ്ഞല്ലോ വ്യത്യാസം അതാണ്. ഒരു സഖാഫി ഈ നടക്കുന്ന മൗലിദുകളെ ഇപ്പറഞ്ഞ നിങ്ങൾ കണ്ട ബുർദ മജ്ലിസിനെ ന്യായീകരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. എന്നിട്ട് 6-ാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക.
ഇതന്നെ ശരി. ലികുല്ലി ജദീദിൻ ലദ്ദ. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിന് ത്വാരാൽ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ. അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദുമാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സന്മാരിങ്ങോട്ട് വരും, ഒരു തോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ചാണ് മൗലായ ഉള്ള ഒച്ചൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا للأجداد تشرفت المدينة. പടച്ചോനെ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളതിന്റെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസബി, ആ റസബിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോൾ ഉറുദുവിലും അങ്ങനെ സബ്രിക്കൽ പോലെ മറുകേബ, ഉച്ചേ പോലെ മറുകേബ, സബ്രിക്കർ പോലെ മറുകേബ മറുകേബയ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ മിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചേ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറ് കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് ആ ഇട്ട നിങ്ങൾ കേട്ടു നോക്കട്ടെ അത് നമ്മളിങ്ങനെ പോവുക നോക്കി. ആ ഇതെന്തേ 6ാം നൂറ്റാണ്ടില് കവി പല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോലിക്ക് പീച്ചേക്കാകെ ഇതാ ചൊല്ലുന്നത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ ഇതാ എടുക്കുന്നത് കണ്ടങ്ങള്. ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്നു. കേട്ടല്ലോ, ഇതാരാ ഇമാമ്? ഇമാം ഷാഫി ചെല്ലിയ മാതിരിയാണ് ഞങ്ങൾ ചെല്ലുന്നത് എന്നാ? വരക്കൽ മുല്ലക്കോയ തങ്ങൾ ചെല്ലിയ മാതിരി ഞങ്ങൾ ചെല്ലുന്നത് എന്നാ? പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ ചെല്ലിയ മാതിരി ചെല്ലുന്നു എന്നാ? അല്ല, പിന്നെ മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ എന്നാണ്. ഒരു ഖദ്ദസല്ലാഹു സിറഹുൽ അസീസും കൂടി എന്റെ ബാക്കിൽ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ടോ ആധുനിക ചെറുപ്പക്കാരെ പാട്ട്, ആ സംസ്കാരം തന്നെ നിങ്ങൾക്ക് കേട്ടാൽ അറിയാം. വേറെ എത്ര ഹിന്ദി പാട്ടുണ്ട് നാട്ടിൽ. അയാളെ തൊള്ളയിൽ വന്ന പാട്ട് കേട്ടില്ല നിങ്ങള്? ഹിന്ദി അറിയാൻ നാളെയൊക്കെ അറിയാലോ അതിന്റെ അർത്ഥം. വേറെ ഒരുപാട് പാട്ട് ഹിന്ദിയിൽ എത്ര നല്ല പാട്ടുകൾ കഴിഞ്ഞു പോയി. പക്ഷെ അയാളെ തൊള്ളയിൽ വന്ന പാട്ടതാണ്. ഇനിയോ മൂപ്പര് കണ്ടെത്തിയ ആകെയുള്ള ഒരു ന്യായം എന്താ? ആധുനിക ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാന്ന. ശരി, ചെറുപ്പക്കാര് ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നില്ല. കാരണം എന്താ? അവിടെ മൂന്നെട്ടുള്ള ടോർച്ചൊക്കെ കക്ഷത്ത് വെച്ചൊരു തലയെക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ കുരച്ചിട്ട് വരുന്ന ഒരു മൊയ്ലിയാര് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്നിങ്ങനെ കേട്ടാ തന്നെ ഒരു അരോചകമായ കോലത്തിൽ ഓതുകയാണ്. അപ്പോ സക്കാഫി എന്ത് ചെയ്തു? നേരെ AR റഹ്മാന്റെ അടുത്തേക്ക് വെച്ചു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, റഹ്മാൻ കാ, നമ്മളെ ചെറുപ്പക്കാരൊന്നും ഇപ്പൊ പള്ളിയിൽ വരുന്നില്ല, അവരെയൊക്കെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ ഫാത്തിഹ ഒന്ന് ആധുനിക മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ ട്യൂൺ ചെയ്തു തരണം. എന്നിട്ട് മൂപ്പരെ ശബ്ദം കേട്ടില്ല നിങ്ങൾ? എന്ത് മനോഹരമായ ശബ്ദാണ്! ആ മനോഹരമായ ശബ്ദത്തിൽ ഈ സക്കാഫി വന്ന് പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകിയാൽ ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ വരും എന്ന് വിചാരിച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ? ഇല്ല. എന്തേ കാര്യം? അത് ദീനല്ല. ആധുനിക ചെറുപ്പക്കാർക്കും പഴയ ചെറുപ്പക്കാർക്കും എല്ലാം എത്തിച്ചേരേണ്ടത് ഒരു സ്വർഗത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്ന സ്വർഗത്തെക്കാൾ പ്രാധാന്യമുള്ള ഒരു സ്വർഗം ഇന്നെന്തെങ്കിലും ഒരു ആചാരം ഉണ്ടാക്കിയിട്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് വേണ്ടി എന്തൊക്കെ അനുഷ്ഠിച്ചോ അതാ ഞാൻ അനുഷ്ഠിക്കണ്ടേ. അതുപോലും അനുഷ്ഠിക്കാൻ കഴിയാത്ത ഞാന് ആധുനിക ചെറുപ്പക്കാരെ ആകർഷിക്കാൻ എന്ന പേരിൽ പുതിയ ആചാരം ദീനിലുണ്ടാക്കിയാൽ അതിന് ദീനുമായി ബന്ധമില്ല. പറഞ്ഞു വന്നത്, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ എന്തെങ്കിലും ഒരു ആചാരം ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നില്ല. ഇതാ ഒരു പുതിയ സ്വലാത്ത്, ഒരു പുതിയ ദിക്ർ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്നു എന്ന് ഞങ്ങൾക്ക് പറയാനില്ല. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, ഒരു ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി പുതിയ ദിക്റോ സ്വലാത്തോ മുജാഹിദുകൾ ഈ സമൂഹത്തിന് നൽകുന്നില്ല. മറിച്ച് മുജാഹിദുകൾക്ക് പറയാനുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ദീന് സമ്പൂർണ്ണമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അസ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി എന്താണോ പഠിപ്പിച്ചു തന്നത്, ദീനായി എന്താണോ വിശദീകരിച്ചു തന്നത്, ആ റസൂലിന്റെ നാവിൽ നിന്ന് കേട്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ, ഈ ദീനിന് വേണ്ടി രക്തസാക്ഷികളായ നമുക്ക് മുമ്പിൽ നടന്ന മഹാന്മാർ, അവരെന്താണോ ചെയ്തത് അത് നമ്മൾ ചെയ്യണം. അതിനപ്പുറത്ത് നമ്മളുടെ വകയായി കൂട്ടിച്ചേർക്കരുത്.
നമ്മുടെ വകയായി നിസ്കാരം വേണ്ട, നമ്മുടെ വകയായി നോമ്പ് വേണ്ട, നമ്മുടെ വകയായി ദിക്റുകളും സലാത്തുകളും വേണ്ട. ഇതാണ് മുജാഹിദികൾ ഇവിടെ പറയുന്നത്. അപ്പോ പുത്തൻവാദികൾ മുജാഹിദുകളല്ല. പുതിയതിന്റെ പിന്നാലെ പോകുന്നത്, മൈക്കിൾ ജാക്സന്റെ പിന്നാലെ പോകുന്നത്, അതേപോലെ തന്നെ ആവേശമുണ്ടാക്കാൻ വേണ്ടി മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് മുജാഹിദുകളല്ല എന്നീ കണ്ട ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മുജാഹിദുകളെ പറ്റി പിന്നെ ഉന്നയിക്കുന്ന വലിയൊരാരോപണം എന്താണ്? മുജാഹിദുകൾ നാട്ടിലുള്ള എല്ലാവരെയും മുശ്രിക്കുകളാക്കി കളയുന്നു എന്നാ. നമ്മളെ കാക്കമാരെ, കാരണവന്മാരെ, വല്യാപ്പമാരെ എല്ലാവരെയും മുജാഹിദുകൾ മുശ്രിക്കുകളാക്കി കളയുന്നു എന്ന ഒരു പരാതി പലരും പലപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടെ ഈ തോടന്നൂർ മുഖാമുഖത്തിലും അത്തരം ഒരു ആരോപണം ഉണ്ടായി. ആ ആരോപണം നിങ്ങളൊന്ന് കേൾക്കുക. മുസ്ലിങ്ങളായ ആളുകൾ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഏകനായ അള്ളാഹു, ആരാധനക്ക് അർഹനായ അള്ളാഹു, അവൻ ഒരുവൻ മാത്രമാണ്. ആ ഇലാഹു ഒരുവൻ മാത്രമാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവൻ മാത്രമാണ് ഇലാഹ്. ആരാധന അവകാശപ്പെടാൻ പറ്റിയ വേറെ ഒരാൾ ഇല്ല, ആരാധിക്കപ്പെടാൻ പറ്റിയ വേറെ ഒരാൾ ഇല്ല. അത് മുസ്ലിങ്ങളായ ആളുകൾ മുഴുവനും അംഗീകരിക്കുന്നു. സുന്നികളായ ആളുകൾ നമ്മൾ അത് ഉൾക്കൊള്ളുന്നു. ഈ വിഷയത്തിൽ ഈ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സുന്നികളായ എവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതിൽ യാതൊരുവിധ അവ്യക്തതയും ഇല്ല. പക്ഷേ മുജാഹിദുകളായ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകൾ ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. സുന്നികളായ ആളുകൾ ഏകനായ അല്ലാഹു ഒരുവൻ, ആരാധിക്കപ്പെടാൻ ഒരുവൻ മാത്രമാണ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളാണ് എന്ന വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നവരാണ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തനാശയക്കാരായ ആളുകൾ. അപ്പൊ പുത്തനാശയക്കാരാണ് പറയുന്നത് എന്ത്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ശിർക്ക് കടന്നു വരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രവർത്തനത്തെ, വിശ്വാസത്തിന് വിരുദ്ധമായ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അതാണ്. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ വേറെ ആരും ഇല്ല. ഇലാഹായി, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം അവന്റെ നാവ് കൊണ്ടത് പ്രഖ്യാപിക്കുന്നു. പക്ഷേ പലപ്പോഴും അവന്റെ ജീവിതത്തിലേക്ക് അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങളും അതേപോലെ പ്രവർത്തനങ്ങളും ചിന്തകളുമൊക്കെ കടന്നു വരുന്നു എന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട്. ഞങ്ങളത് നിഷേധിക്കുന്നില്ല. ഈ നാട്ടിലത് നടക്കുന്നു. അതുകൊണ്ട് മുജാഹിദുകൾ അത് പറയുന്നു. പക്ഷെ കുഴപ്പം എവിടെയാണെന്നറിയോ? ഇത് മുജാഹിദുകൾ മാത്രം പറയുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ പുത്തനാശയക്കാര് മാത്രം പറയുന്ന സംഗതിയാണ് എന്ന് പറയുന്നിടത്താണ് അബദ്ധം. മുജാഹിദുകൾ മാത്രം പറയുന്നതാണോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിൽ പലരും കേട്ട പേരാണ് റഹ്മത്തുള്ളാഹി സഖാഫി മൂത്തേടത്തിന്റെ പേര്. മുജാഹിദുകളുടെ ഒരു സ്റ്റേജിലും റഹ്മത്തുള്ളാഹി ഖാസിമി ഇതുവരെ കയറിയിട്ടില്ല. മുജാഹിദുകളുമായി ബന്ധപ്പെടരുത് എന്നും മുജാഹിദ് പ്രസ്ഥാനം പിഴച്ച പ്രസ്ഥാനമാണ് എന്ന് വിശ്വസിക്കുകയും പലപ്പോഴും അത് പറയുകയും ചെയ്യുന്ന ആളാണ് റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം. എന്നാൽ മുജാഹിദുകൾ പറഞ്ഞ ഈ വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിലേക്ക് അതിന് വിരുദ്ധമായ ശിർക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടവും പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും ആരാണ് പുത്തനാശയക്കാർ, ആരാണ് പുത്തനാശയക്കാർ അല്ലാത്തവരെന്ന്. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്,
ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വൽയകുൻ ഫീഹി മായകൂൻ. അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആൾ കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. കേട്ടല്ലോ, അദ്ദേഹം ആളുകളെ നോവിക്കാൻ പോവാണ്. ആരെയാ നോവിക്കാൻ പോകുന്നത്? ഇതര മതസമൂഹങ്ങളെയല്ല, മുസ്ലിങ്ങളെയാണ് നോവിക്കാൻ പോകുന്നത്. എന്താ മുസ്ലിങ്ങളെ നോവിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി അവൻ അംഗീകരിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് മുസ്ലിങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ആളുകൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മുസ്ലിം സമുദായത്തെ തന്നെ നോവിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അല്ലേ? മുജാഹിദുകൾ ഇത് പണ്ടേ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നു എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോ ഇദ്ദേഹം തന്നെ അംഗീകരിക്കുന്ന പൂർവികരായ പണ്ഡിതന്മാരെന്താ മുജാഹിദുകളോട് പറഞ്ഞത്? ഓ, നിങ്ങൾ മുസ്ലിം സമുദായത്തെ നോവിക്കുകയാണല്ലേ, ബാപ്പമാരെയും വല്യാപ്പമാരെയും ഒക്കെ മുശ്രിക്കുകളാക്കി അവരെ ശിർക്ക് ചെയ്യുന്നവരാക്കി ഈ സമുദായത്തെ നിങ്ങൾ നോവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് മുജാഹിദുകളെ എതിർത്തുവെന്ന് മാത്രമല്ല ആളുകൾക്കിടയിൽ അത്തരം ഒരു വികാരം ഇളക്കി വിടുകയും ചെയ്തു. ഇപ്പോഴോ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് സമുദായം വിട്ടുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് ഈ സമൂഹത്തെ അകറ്റാൻ വേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയ ആളുകൾ, അതിനുവേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ കറാമത്തുകളുടെ കള്ളക്കഥകൾ പടച്ചുവിട്ട ആളുകൾ, അവരുണ്ടാക്കിക്കൊടുത്ത വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, അവരുണ്ടാക്കിക്കൊടുത്ത മക്കബറകൾക്ക് മുമ്പിൽ, അവരുണ്ടാക്കിക്കൊടുത്ത സിദ്ധന്മാർക്കും അതേപോലെ തന്നെ ബീവിമാർക്കും തങ്ങന്മാർക്കും മുമ്പിൽ ഈ സമുദായം ഒതുങ്ങിക്കൂടാതെ വരികയും മറ്റ് പല കേന്ദ്രങ്ങളിലേക്കും ഈ സമുദായം യാത്ര പോവുകയും ചെയ്തപ്പോൾ ഇവർക്കും നോവിക്കേണ്ടി വന്നു ഈ സമുദായത്തെ. മുജാഹിദുകൾ ഇത് പണ്ടേ പറഞ്ഞു, പണ്ടേ പറയാൻ തുടങ്ങി. ഈ കറാമത്ത് കച്ചവടക്കാരായിരുന്നു ഇതിനെ ന്യായീകരിച്ചത്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്ന് ഈ സിദ്ധന്മാർക്ക് സഹായിച്ചുകൂടാ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ സിദ്ധന്മാരുടെ അരികിലേക്ക് പോയത്. അല്ലേ? നിങ്ങൾക്കറിയാലോ, നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെയൊക്കെ പ്രദേശത്ത് നിന്ന് ചിലരൊക്കെ പോകുന്ന സ്ഥലമാണ് മുക്കത്തരൗലിയ. ആളുകൾ പോകുന്നു, ഉടനടി രോഗശമനം ഉണ്ടാകുന്നു എന്നാണ്. എന്നിട്ടോ അവിടെ ഉണ്ടായ ഒരു സംഭവം ഞാനിപ്പോ ഓർമ്മിക്കുകയാണ്. അവിടെ പോയി തിരിച്ചു വരുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് കക്കട്ടിലിനടുത്ത ഒരു പ്രദേശത്തുള്ള 2 സ്ത്രീകൾ മരണപ്പെട്ടു. പിറ്റേന്ന് നാട്ടിലൊക്കെ പ്രചരണം. ഔലിയപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് അവരോട്, സുബഹി നിസ്കരിക്കാതെ നിങ്ങൾ പോകരുത്, അത് കേൾക്കാതെ പോന്നത് കൊണ്ട് അപകടത്തിൽപ്പെട്ടത്. ഈ രൂപത്തിലുള്ള സിദ്ധന്മാർ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവർ വെള്ളവും അതേപോലെ പ്രസാദങ്ങളും നൽകി ഈ സമുദായത്തെ മയക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പറയും കറാമത്ത് നിഷേധമാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം ഞാൻ പറയുന്ന അതേ ഗൗരവത്തോടുകൂടി റഹ്മത്തുള്ളാഹി കാസിമി തന്നെ പറയട്ടെ, നമുക്കതൊന്ന് കേട്ടു നോക്കാം. അത് ചില കാറ്റിന്റെ കറാമത്തുകളാണ്. ഞാൻ പറയും, കോഴിക്കോട്ടുകാർ പറയും നിലമ്പൂരൊക്കെ ഒരുപാട് ആളുകൾ അത് മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർക്കാർ പറയും
ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശബക്കത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആനമയിൽ ഒട്ടകം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാനിത് കാണാറുണ്ടായിരുന്നു. ഈ ആനമയിൽ ഒട്ടകത്തിൻ്റെ ആളുകൾ സത്യത്തിൽ ആരാ? അതിൻ്റെ ആളുകൾ തന്നെയാ. നിങ്ങളൊക്കെ അതും അറിയില്ലേ മനുഷ്യന്മാരെ? ഈ ആനമയിൽ ഒട്ടകം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. എന്താ, ഒരാൾ ഇങ്ങനെ തിരിക്കുക, അങ്ങനല്ലേ, ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് വെക്കുക, എന്നിട്ട് അതിൽ പൈസ വെച്ചാൽ കമ്പനിക്ക്, കാലി അടിച്ചാൽ കമ്പനിക്ക്, അങ്ങനെയൊക്കെ പറയൂലേ? ഒന്ന് പറഞ്ഞു തരും മനുഷ്യന്മാരെ. ഇത് എന്താണ്, നമ്മളൊരാളങ്ങനെ നോക്കി നിൽക്കും. ഒരാളങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഈ ആനമയിലൊട്ടകത്തിന് അടുത്തേക്ക് ഇങ്ങനെ ചെന്നാൽ ഒരാളിങ്ങനെ 10 നോട്ട്, 100 നോട്ട്, 50 നോട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് പോകുന്നുണ്ടാവും. വെക്കുന്ന അടിക്കുന്ന ഇതിന് ഇയാൾ പോക്കറ്റിൽ ഇടുന്നു. വെക്കുന്ന 10 വെച്ചാൽ 100 കിട്ടുന്നത്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മൊലാളിയാകാൻ ഇതന്നെയാണ് ചാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഉടനെ നമ്മൾ വെക്കും. നമുക്ക് ജീവിതത്തിൽ പോക്കറ്റ് കീറിയെന്നല്ലാതെ എന്തേ അങ്ങനെയായത്? ആനമയിലിന് ഒട്ടകത്തിന് വെച്ച ആള് ഒന്നിരിക്കാൻ അതിന്റെ ഓണറാവും, അല്ലെങ്കിൽ കൂടെയുള്ള ഹെൽപ്പറാവും. ഇതന്നെ. അപ്പൊ ഇത്തരം ഈ ശബക്കത്തിൽ ഇത് വലിയ സംഗതിയാ. ഈ ശബക്കത്ത് ഇവിടെ സമൂഹത്തിൽ ഒരു പ്രത്യേകമായ ഒരു നെറ്റ്വർക്ക് ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ പ്രദേശത്തും ആ നെറ്റ്വർക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു പ്രത്യേക സമൂഹം അതിന്റെ പിന്നിലുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ കന്നാസ് മുഴുവൻ തീർന്ന ഒരു 8 കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി. ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട്, നേരം വെളുത്ത് ഇപ്പോഴുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബസ് ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലടത്ത് വന്ന് ഇറക്കി പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മളെ നാട്ടിൽ നടക്കുന്നു. അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നുമല്ല. അതിൽ വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത്? ഇങ്ങനെ ഊതി വെള്ളം ഊതി കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, വൈലത്തൂര്, കോട്ടക്കല്, അടുക്കള, ചട്ടിപ്പറമ്പ്, ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും തീർന്നു. വെള്ളം കുത്തിന് ഊതി കൊടുക്കാൻ നേരം കിട്ടാഞ്ഞിട്ട് കിണറ്റിൽ ഊതി മുക്കി കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. മനസ്സിലായില്ല? അത് അറിഞ്ഞിട്ടില്ല നിങ്ങൾ? അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു എന്നാ. തിരിഞ്ഞില്ല. ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ലായിരുന്നു, തിരിഞ്ഞില്ല. ഞാൻ ഇനി വിശദീകരിക്കണില്ല, എനിക്ക് പരിധിയുണ്ട്. തിരിഞ്ഞില്ലല്ലോ പ്രശ്നം. ഇനി എന്താ ബാവ അതിനേക്കാളൊരു പച്ച പറയല്? ഈ ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ല, മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല, സാധനം നമ്മളാളല്ല. എന്നെ കാര്യം ഈ ജാതി കുറെ പുതിയ ഔലിയാക്കന്മാർ, ഔലിയാപ്പാപ്പാന്റെ കറാമത്ത് കോഴിക്കോട്ട് നിലമ്പൂര് കേൾക്കും, നിലമ്പൂര് കോഴിക്കോട്ട് കേൾക്കും. അങ്ങനെ ആ കറാമത്ത് ഈ കാറ്റ് വീശുന്ന കറാമത്തിന്റെ ഔലിയാപ്പാപ്പമാരെ തന്നെ കാക്കണം. ഇതെല്ലാവരും ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം.